മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ് നോക്കുന്നത്. എഫ് ഓഫ് എക്സ് നോക്കിക്കാലോ. എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ 0 to infinity to r defined by f of x is equal to e raised to minus mod log x. The number of points at which the function is f is not continuous ആയിട്ടുള്ള പോയിന്റ്സുകളുടെ എണ്ണമാണ് m. നോട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള പോയിന്റുകളുടെ എണ്ണമാണ് n. ദെൻ വാട്ട് ഈസ് m പ്ലസ് n എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എഫ് ഓഫ് എക്സ് ഇ റേസ്റ്റ് മൈനസ് ലോഗ് എക്സ് ആണ്. അപ്പൊ ഇ റേസ്റ്റ് മൈനസ് ലോഗ് എക്സിനെ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1 ഇ റേസ്റ്റ് മോഡ് ലോഗ് എക്സ് എന്ന് എഴുതാം. മൈനസ് ലോഗ് എക്സിന്. അപ്പൊ ഈ ലോഗ് എക്സ് അപ്പൊ മോഡാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ലോഗ് എക്സ് മോഡിന്റെ ഉള്ളിലുള്ള ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് ഈക്വൽ ടു 0 എന്നെടുക്കുകയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എന്താണ്? 1 ആണ് അല്ലെ? അപ്പൊ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ മോഡ് എക്സ് സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? 1 ആണ്. ഓക്കെ അല്ലെ? അപ്പൊ 1 ആകുന്ന സമയത്ത് ലോഗ് എപ്പോഴും പോസിറ്റീവ്. ലോഗ് എക്സിൽ എക്സ് എപ്പോഴും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ 1ൽ അത് കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഒരു ബ്രേക്ക് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആയിരിക്കും. എന്താണ് അവിടെ നെഗറ്റീവ് വരാത്തത്? ലോഗ് എക്സിൽ എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. അടുത്തത് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലെ? അപ്പം 0ന്റെയും 1ന്റെയും ഇടയിലാവുന്നതായ സമയത്ത് ഈ 1 e മോഡ് ലോഗ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ലോഗ് എക്സ് ആണ്. ഏത്? 0 to 1 ആകുമ്പോ. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിട്ട് മാറും? 1 e മൈനസ് ലോഗ് എക്സ് ആയി. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴോ മോഡ് ലോഗ് എക്സ് എന്താണ്? ലോഗ് എക്സ് ആണ്. ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ മോഡ് ലോഗ് എക്സ് ആവുന്ന സമയത്ത് എന്താവും? അത് 1 e ലോഗ് എക്സ് എന്നാവും. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 e മൈനസ് ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് 1/x ആണ്. ലോഗ് 1/x എന്ന് പറയുന്നത് എന്താണ്? 1/x ആണ്. ലോഗ് എക്സ് മൈനസ് എക്സ് മൈനസ് 1. അപ്പൊ ലോഗ് 1/x ലോഗ് 1/x എന്ന് പറയുമ്പോൾ 1. അപ്പൊ 1/1/x എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എക്സ് ആണ്. ഏത്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എന്താകുമ്പോ 1 ആകുന്ന സമയത്ത്. മറ്റേതോ 1/x എന്നും വന്നു അല്ലെ? e1 log x എന്ന് പറയുമ്പോൾ log x എക്സ്. അപ്പോൾ 1/x എന്നും വന്നു. എന്താണ് കണ്ടീഷൻ? എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ. നോക്കിക്കോ ഫംഗ്ഷൻ 0 to 1. അപ്പൊ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ വരുന്നു നോക്കിക്കോ. 0 to 1 1ലാണ് കട്ട് ചെയ്യുന്നത്. 0 to 1 എക്സ് ആണ്. കണ്ടോ? എക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലെ? 0 to 1 ഈക്വലി ഇൻക്ലൈൻഡ് ടു ദ കോർഡിനേറ്റ് ആക്സിസ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് 1. അടുത്ത നോക്കിയോ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ 1/x ഗ്രാഫ് എങ്ങനെയായിരുന്നു? കർവിലായിട്ട് വന്നു. എം എന്താണ്? നോട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള പോയിന്റ് എന്നും നോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് എമ്മുമാണ്. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ്. കാരണം എന്താണ്? ഗ്രാഫ് കട്ട് ചെയ്യാതെ വരയ്ക്കാൻ പറ്റും എല്ലാ പോയിന്റിലേക്കും അല്ലെ? ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. ഇനി അപ്പൊ എമ്മിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. നോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ആണ് എം. ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചാണ്. ഓക്കെ. ഇനി നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? കോർണർ പോയിന്റ്സിൽ ഫംഗ്ഷൻ എന്താണ്? നോൺ ഡിഫറൻഷ്യബിൾ ആണ് അല്ലെ? എഡ്ജില് കോർണർ പോയിന്റ്സിൽ. അപ്പൊ ഈ പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്? നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. ഏത് പോയിന്റിൽ? 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. നോൺ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള പോയിന്റ് ഇവിടെ എത്ര ഉണ്ട്? 1 ഉണ്ട്. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ ക്വസ്റ്റ്യനിൽ? m+n ആണ്. അപ്പൊ എന്ത് വന്നു? 0 + 1 വന്നു. 0 + 1 ഈസ് എന്താണ്? 1 ആണ്. ഓക്കെ അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ചെയ്യാം.